മഹാകവി ജി ശങ്കരക്കുറുപ്പ് എഴുതിയ കൊച്ചുപൂവ് എന്ന കുഞ്ഞു കവിതയാണ് ആദ്യത്തെ പാഠം. നമുക്ക് കേൾക്കാം. കൊച്ചുപൂവ്. ഇത്തിരി പൂവേ, ചുവന്ന പൂവേ, ഇത്ര നാളെങ്ങു നീ പോയി പൂവേ, മണ്ണിനടിയിലൊളിച്ചിരുന്നോ, മറ്റുള്ള പൂക്കളെ കാത്തിരുന്നോ. വന്നതു നന്നായി തെല്ലുനേരം, വല്ലതും പാടിക്കളിക്കാം സ്വൈരം. വന്നതു നന്നായി തെല്ലുനേരം, വല്ലതും പാടിക്കളിക്കാം സ്വൈരം. ചെമ്മേറുമീയുടുപ്പാരു തന്നു, ചേച്ചിക്കൊന്നുമ്മ വയ്ക്കാനേ തോന്നൂ. കാറ്റടിച്ചോമനെ വീണിടൊല്ലേ, കാലത്തെ വെയിലേറ്റു വാടിടല്ലേ. കാറ്റടിച്ചോമനെ വീണിടൊല്ലേ, കാലത്തെ വെയിലേറ്റു വാടിടല്ലേ. പാഠം 2. പുൽച്ചാടിയും ഉറുമ്പും. കഥ കേൾക്കാം. മഴക്കാലമാണ് വരാൻ പോകുന്നത്. ഉറുമ്പുകൾ അരിമണികൾ ധൃതിപ്പെട്ട് ശേഖരിച്ചു. അവ കൂട്ടിൽ സൂക്ഷിച്ചു വെച്ചു. ഉറുമ്പുകളുടെ കൂട്ടുകാരനായിരുന്നു പുൽച്ചാടി. കുഴിമടിയനായ അവൻ കിട്ടിയതെല്ലാം തിന്ന് പുൽമേട്ടിൽ ചാടിക്കളിച്ചു. ശലഭങ്ങളോട് സ്വകാര്യം പറഞ്ഞും പൂക്കളോട് കിന്നാരം പറഞ്ഞും സമയം കളഞ്ഞു. ഒരു ദിവസം അയൽക്കാരനായ തേനുറുമ്പ് പറഞ്ഞു, ചങ്ങാതി, ഇങ്ങനെ സമയം ധൂർത്തടിക്കുന്നത് നല്ലതല്ല. എന്റെ സന്തോഷം കണ്ടിട്ട് നിനക്ക് സഹിക്കുന്നില്ല അല്ലേ, അസൂയക്കാരൻ. പുൽച്ചാടി പരിഹാസത്തോടെ പറഞ്ഞു. ഉറുമ്പ് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉറുമ്പിപ്രകാരം പറഞ്ഞു, മിത്രമേ, എനിക്കെന്തിനാണ് നിന്നോട് അസൂയ? എനിക്ക് കാല് 6 ഉണ്ടെങ്കിലും നിന്നെ പോലെ ചാടാനും ഓടാനും എനിക്കാവില്ല. മഴ ചൊരിഞ്ഞാൽ നമുക്ക് പിന്നെ എങ്ങനെ പുറത്തിറങ്ങാനാവും? അപ്പോഴും വേണ്ടേ ഈ സന്തോഷം? അതിന് ഇപ്പോൾ എന്തെങ്കിലും ശേഖരിച്ചു വെക്കുന്നത് നല്ലതാവും. വിശപ്പും കാണില്ല, പട്ടിണിയും ഒഴിവാകും. ഇത് കേട്ട് പുൽച്ചാടിക്ക് ദേഷ്യം വന്നു. പുൽച്ചാടി പറഞ്ഞു, വായ് കീറിയ ദൈവം ഇരയും തരും, അതിന് നിന്നെ പോലെ അധ്വാനിക്കണ്ട എന്ന് പറഞ്ഞ് പുൽച്ചാടി അരിശത്തോടെ പോയി. വേനൽ കഴിഞ്ഞു, മഴ തുടങ്ങി. കോരിച്ചൊരിയുന്ന മഴ. ഒരു ജീവിക്കും പുറത്തിറങ്ങാനാവുന്നില്ല. ഉറുമ്പുകൾ അവർ ശേഖരിച്ചു വെച്ചിരുന്ന അരിമണികൾ കരുതലോടെ ഭക്ഷിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പുൽച്ചാടി അതുവഴി വന്നു. പഴയതുപോലെ ഉണർവില്ല, ഓടിച്ചാടി നടത്തമില്ല, ആകെ തളർന്ന അവസ്ഥ. വിശപ്പുണ്ട്. അവൻ ഉറുമ്പിനെ കണ്ടപ്പോൾ പറഞ്ഞു, ചങ്ങാതി, നല്ല വിശപ്പ്, കുറച്ച് അരിമണികൾ തന്ന് സഹായിക്കാമോ? ഉറുമ്പ് അവനോട് പറഞ്ഞു, ദിവസങ്ങൾക്ക് മുമ്പ് നിന്നോട് മഴക്കാലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നീ എന്താ പറഞ്ഞത്? വായ കീറിയ ദൈവം ഇരയും തരുമെന്ന്. എന്നാൽ കേട്ടോ, താൻ പാതി ദൈവം പാതി എന്നാണ്. അത് മനസ്സിലാക്കി അധ്വാനിക്കുന്നവർക്കാണ് ദൈവം സഹായം നൽകുന്നത്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്താൽ തരാനുള്ളത് ദൈവം തരും. ഇത്രയും പറഞ്ഞ് ഉറുമ്പ് കുറച്ച് അരിമണികൾ പുൽച്ചാടിക്ക് നൽകി. പാഠം 4. ഒത്തൊരുമ.
ഒരു ദിവസം അത്ഭുതകരമായ ഒരു സംഭവം നടന്നു. ദാമുവിന്റെ ശരീരത്തിലാണ് വിസ്മയകരമായ ആ സംഭവം നടന്നത്. ദാമു ആരോഗ്യവാനായ നല്ല കൃഷിക്കാരനാണ്. ദാമുവിന്റെ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ ഇങ്ങനെ തർക്കം നടന്നു. തർക്കത്തിൽ തലച്ചോറ് പറഞ്ഞു, ഞാൻ ചിന്തിക്കുന്നതുകൊണ്ടും വേണ്ടത്ര നിർദ്ദേശങ്ങൾ തരുന്നതുകൊണ്ടുമാണ് നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്യുന്നത്. എല്ലാവരും എന്റെ ആജ്ഞ പാലിച്ചുകൊള്ളണം. വളരെ കർശനമായിട്ടാണ് തലച്ചോറിങ്ങനെ പറഞ്ഞത്. തലച്ചോറിങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ഇത് കേട്ട് കണ്ണുകൾ ചൊടിച്ചു. കണ്ണിന് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും കാണുന്നതുകൊണ്ടാണ് നിങ്ങൾ തലയും കുത്തി താഴെ വീഴാത്തത്. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ ഞങ്ങളാണ് മിടുക്കർ. കണ്ണ് പറഞ്ഞു കണ്ണാണ് മിടുക്കരെന്ന്. ഇത് കേട്ട ഉടനെ വായും നാക്കും ഒന്നിച്ചു പറഞ്ഞു. വായ്ക്കും നാക്കിനും ആ രണ്ടുപേര് പറഞ്ഞതും ഇഷ്ടപ്പെട്ടില്ല. തലച്ചോറ് പറഞ്ഞതും ഇഷ്ടപ്പെട്ടില്ല. കണ്ണ് പറഞ്ഞതും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ ആഹാരം ചവച്ചരച്ച് തരുന്നതുകൊണ്ടും രുചിയറിഞ്ഞ് കഴിക്കാൻ സഹായിക്കുന്നതുകൊണ്ടുമാണ് നിങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്നത്. ഇല്ലേൽ കാണാമായിരുന്നു. അതുവരെ നിശബ്ദത പാലിച്ചിരുന്ന മൂക്ക് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നു സുഹൃത്തേ, ഒന്ന് നിർത്ത് നിങ്ങളുടെ വീരവാദം. ഞാൻ ഒരു നിമിഷം പണിമുടക്കട്ടെ. അപ്പോൾ കാണാം വായും പിളർന്ന് പല്ലും തള്ളിക്കിടക്കുന്നത്. എന്നുവെച്ചാൽ മൂക്കിലൂടെയാണ് ശ്വാസം എടുക്കുന്നതും പുറത്തു പോകുന്നതും. മൂക്ക് ശ്വസിച്ചില്ലെങ്കിൽ ഒന്നും സാധിക്കുകയില്ല. ശരീരത്തിൽ ഏറ്റവും വലിയവൻ ഞാൻ തന്നെയാണ്. വലിയവർ എപ്പോഴും ഒതുങ്ങണമല്ലോ, ഒതുങ്ങണം. ആ, മൂക്ക് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒതുങ്ങുന്നതാണ് നല്ലത്. വയറും കുടലും ആമാശയവും സംഘഗാനം പോലെ പറഞ്ഞു. വയറും കുടലും ആമാശയവും മൂക്ക് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവര് മൂന്നുപേരും കൂടി ഒതുങ്ങുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഭക്ഷണം ദഹിപ്പിക്കുന്നതും രക്തത്തിൽ കലർത്തുന്നതും ഞങ്ങളാണ്. വയറും കുടലും ആമാശയവുമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും വലിയവർ. ഇതെല്ലാം കേട്ടപ്പോൾ കൈകൾക്ക് സഹിച്ചില്ല. കൈക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൻ കരങ്ങൾ കൂട്ടിയിടിച്ച് ശബ്ദമുണ്ടാക്കി പറഞ്ഞു, ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി വായിലോട്ട് തന്നില്ലെങ്കിൽ കാണാം. ഇത് കേട്ട് കലി വന്നു കാലികൾക്ക് ദേഷ്യം വന്നു. കൈ അങ്ങനെ പറഞ്ഞപ്പോൾ. ഇതെല്ലാം കേട്ടിട്ടും കയ്യും ഇത് പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു. അവർ പറഞ്ഞു, എല്ലാവരും പറയുന്നത് ശരി തന്നെ. പക്ഷേ ഞങ്ങൾ ഒന്ന് അനങ്ങാതിരുന്നാൽ പിന്നെ നിങ്ങൾക്കാർക്കും ഒന്നും ചെയ്യേണ്ടി വരില്ല. എന്തിന് ഞങ്ങൾ വേണം? അപ്പോൾ ഞങ്ങളാണ് ശരീരത്തിൽ ഏറ്റവും വലിയവർ. കാലിപ്രകാരം പറഞ്ഞു, ഞങ്ങളാണ് ശരീരത്തിലെ വലിയവർ. തർക്കം മൂത്തു. അവയവങ്ങൾ ഓരോന്നായി പണിമുടക്കി. അവയവങ്ങൾ തന്റെ പ്രവർത്തികൾ ചെയ്യാതെ മിണ്ടാതിരുന്നു. ദാമുവിന്റെ ശരീരം തളർന്നു. പാവം കർഷകനായ ദാമുവിന്റെ ശരീരം തളർന്നുപോയി. മരണം മുന്നിലെത്തി. പെട്ടെന്ന് തലച്ചോർ കർമ്മനിരതമായി ശക്തമായി ഇടപെട്ടു. ദാമു തളർന്നവശനായി കിടക്കുന്ന കണ്ട് തലച്ചോർ എണീറ്റു. അവന്റെ പ്രവർത്തിക്കാൻ തുടങ്ങി. എല്ലാവരോടും പറഞ്ഞു, ആരും അപ്രധാനരല്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആർക്കും ശക്തിയില്ല. നമ്മുടെ ഒരുമയാണ് ദാമുവിന്റെ ശരീരത്തിന്റെ ശക്തി. അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിക്കുക. തലച്ചോറിന്റെ സന്ദേശം എല്ലാവരും ഉടനടി സ്വീകരിച്ചു. തലച്ചോർ പറഞ്ഞത് എല്ലാ അവയവങ്ങളും അനുസരിച്ചു.
ദാമു ഊർജ്ജസ്വലനായി ചാടിയെണീറ്റു. ഏവർക്കും അവരവരുടെ തെറ്റ് മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായി ഒറ്റയ്ക്കൊറ്റയ്ക്കൊന്നും പറ്റില്ല. എല്ലാവരും കൂട്ടത്തോടെ പ്രവർത്തിച്ചാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്ന്. ഇനി വരും ദിനങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചു. പാഠം 5 പൂക്കാലം. കുമാരനാശാൻ കുട്ടികൾക്കായി രചിച്ച കവിതകളുടെ സമാഹാരമാണ് പുഷ്പവാടി. അതിലെ പ്രസിദ്ധമായൊരു കവിതയാണ് പൂക്കാലം. ഋതുക്കളുടെ രാജാവായ വസന്തത്തിന്റെ വിലാസങ്ങളാണ് ഈ കവിതയുടെ പ്രമേയം. കവിത കേട്ടു നോക്കാം. പൂക്കാലം. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം, വായ്ക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം, വായ്ക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. എല്ലായിടവും പുഷ്പഗന്ധം പരത്തി, മെല്ലെന്നു തെക്കുന്നു വീശുന്നു വായു, ഉല്ലാസമീ നീണ്ട കൂകൂരവത്താൽ, എല്ലാവർക്കുമേകുന്നിതേ കോകിലങ്ങൾ. കാണുന്നിതാ രാവിലെ പൂവു തേടി, ക്ഷീണത്വമോരാത്ത തേനീച്ച കാട്ടിൽ, പോമേറുമുത്സാഹമുൾക്കൊണ്ടിവയ്ക്കെന്തോണം വെളുക്കുന്നുഷസ്സായി ഇതെല്ലാം. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം, വായ്ക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ, ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. പാഠം 6 നസ്രുദ്ദീൻ മുല്ല. ഒരു കഥയാണ്. നസ്രുദ്ദീൻ മുല്ല സ്നേഹിതരുമൊന്നിച്ച് യാത്ര ചെയ്യുകയായിരുന്നു. കൂട്ടുകാരുമായി യാത്ര ചെയ്യുകയായിരുന്നു നസ്രുദ്ദീൻ മുല്ല. വിജനമായ വഴിയിലൂടെ ഇനിയും കുറേ നടക്കണം. ആരുമില്ലാത്ത വഴിയിൽ കൂടിയാണ് 3 പേരുടെയും യാത്ര. എന്നാലേ അവർക്ക് എത്തേണ്ടിടത്ത് എത്താൻ പറ്റുകയുള്ളൂ. രാത്രിയായതുകൊണ്ട് അവിടെ കിടന്നുറങ്ങി രാവിലെ വീണ്ടും യാത്ര തുടരാമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് കുതിരപ്പുറത്ത് കയറി എതിരെ ഒരാൾ വരുന്നത് കണ്ടത്. ഒരു ഭക്ഷണപ്പൊതി അവർക്ക് നൽകി അയാൾ കടന്നുപോയി. ഒരാൾക്ക് ഭക്ഷിക്കാനുള്ള വക മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. 3 പേരുണ്ട്. എന്താണ് ചെയ്യുക? സഹയാത്രികരിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് കിടന്നുറങ്ങാം. നല്ല സ്വപ്നം കാണുന്ന ആൾക്ക് രാവിലെ ഇത് ഭക്ഷിക്കാം. അങ്ങനെ തീരുമാനിച്ച് 3 പേരും ഉറങ്ങാൻ കിടന്നു. ഏവരും ഉറക്കമായപ്പോൾ മുല്ല മെല്ലെ എഴുന്നേറ്റ് പൊതിയഴിച്ചു ഭക്ഷിച്ചു സുഖമായി കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഓരോരുത്തരും അവർ കണ്ട സ്വപ്നം വിവരിക്കാൻ തുടങ്ങി. ഒരാൾ കണ്ട സ്വപ്നം ഇതായിരുന്നു. കടൽ തീരത്ത് നിൽക്കുമ്പോൾ ഒരു മത്സ്യകന്യക അയാളെ കടലിനടിയിലേക്ക് കൊണ്ടുപോയി മണിമാളികയിൽ ഇരുത്തി വേണ്ടുവോളം
മധുരപാനീയങ്ങൾ നൽകി. പവിഴപ്പുറ്റുകൾ, മുത്തുകൾ, എന്തെല്ലാം കാഴ്ചകൾ! ആദ്യത്തെ ആളുടെ സ്വപ്നമായിരുന്നു അത്. രണ്ടാമത്തെയാൾ കണ്ടത് മലമുകളിൽ നിൽക്കുമ്പോൾ ഒരു മാലാഖ അയാളെ ആകാശത്തേക്ക് കൊണ്ടുപോയി കൊട്ടാരത്തിൽ ഇരുത്തി വേണ്ടുവോളം മധുര പലഹാരങ്ങൾ നൽകി സ്വീകരിച്ചു. രണ്ടാമത്തെയാളും അയാൾ കണ്ട സ്വപ്നം വിവരിച്ചു. ഇനി അടുത്ത് മുല്ല പറയുന്നതാണ്. അടുത്തതായി മുല്ലയുടെ അവസരമായിരുന്നു. മുല്ല സ്വപ്നം വിവരിക്കാൻ തുടങ്ങി. നിങ്ങൾ രണ്ടുപേരും കണ്ട സ്വപ്നം പോലെ മധുരമല്ല എങ്കിലും ഞാൻ കണ്ട സ്വപ്നമായിരുന്നു ഏറ്റവും നല്ല സ്വപ്നം. എന്നാൽ കേൾക്കട്ടെ. രണ്ടുപേരും ആകാംക്ഷയോടെ മുല്ലയെ നോക്കി. മുല്ല പറഞ്ഞു. മുല്ല തുടർന്നു. ഒരു ചെകുത്താൻ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അട്ടഹസിച്ചു. എടാ വിട്ടി, രണ്ടുപേരും നിദ്രയിലാണ്. നീ ഇങ്ങനെ വിശന്നു കിടക്കണോ? ചെന്ന് ഭക്ഷണപ്പൊതി അഴിച്ച് ഭക്ഷിക്കൂ. ഭയവിഹ്വലനായി ഞാൻ ചെകുത്താന്റെ ആജ്ഞ അനുസരിച്ചു. കൂട്ടുകാർ ചോദിച്ചു, മുല്ല, തിന്നുമ്പോൾ ഞങ്ങളെയും വിളിക്കാമായിരുന്നില്ലേ? അപ്പൊ മുല്ല പറഞ്ഞു, തൊട്ടടുത്ത് ചെകുത്താൻ നിൽക്കുമ്പോൾ നിങ്ങളെ വിളിക്കാൻ ഒക്കുമോ? പോരെങ്കിൽ നിങ്ങളിൽ ഒരാൾ കടലിനടിയിലും മറ്റൊരാൾ ആകാശത്തുമല്ലേ? അന്നേരമായപ്പോൾ നേരം പുലരുകയും ചെയ്തു. ആരും ഒന്നും പറഞ്ഞില്ല. മൂന്നുപേരും യാത്ര തുടർന്നു. പാഠം 7. അഗ്നിപുരാണം. അഗ്നിയെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിവുള്ള ഒരേ ഒരു ജീവിയേയുള്ളൂ. അത് മനുഷ്യനാണ്. തീയുണ്ടാക്കാനും അത് സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും അവന് മാത്രമേ കഴിയൂ. അതായത് മനുഷ്യന് മാത്രമേ കഴിയൂ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടുമൃഗത്തെ പോലെ മനുഷ്യനും തീ കണ്ടാൽ വിരണ്ടോടിയിരുന്നു. പണ്ട് പണ്ട് മനുഷ്യർക്കും തീയെ പേടിയായിരുന്നു. ഇടിമിന്നലേറ്റ് വൃക്ഷത്തലപ്പുകൾ ആളിക്കത്തുന്നത് കണ്ട് ആദിമ മനുഷ്യൻ ഭയന്നു വിറച്ച് ഗുഹയിൽ ഒളിച്ചിരുന്നു. കാട്ടുതീ കണ്ട അവർ അന്തം വിട്ടു നിന്നു. നിമിഷം കൊണ്ട് എന്തിനേയും ഒരു പിടി ചാരമാക്കി മാറ്റാനുള്ള അഗ്നി എന്ന ഭയങ്കരനുമായി മനുഷ്യൻ കൂടുതൽ അടുത്തു. തീയുണ്ടാക്കാൻ പഠിക്കും മുമ്പ് തന്നെ മനുഷ്യൻ അത് ഉപയോഗപ്പെടുത്താൻ പഠിച്ചു. അഗ്നി നൽകുന്ന ചൂടും വെളിച്ചവും അവന് പല വിധത്തിലും ഉപകരിച്ചു. തീയിൽ വേവിച്ച ആഹാരം എളുപ്പത്തിൽ കഴിക്കാമെന്നും കൂടുതൽ രുചികരമാണെന്നും മനുഷ്യൻ മനസ്സിലാക്കി. തീയിൽ ചുട്ടെടുത്ത് ഈടുറ്റ മൺപാത്രങ്ങൾ നിർമ്മിച്ചു. പിന്നീട് ലോഹങ്ങൾ കണ്ടുപിടിച്ച് ഉപയോഗിക്കാൻ മനുഷ്യനെ സഹായിച്ചതും അഗ്നി തന്നെ. മനുഷ്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും അഗ്നിക്ക് പ്രധാന സ്ഥാനമുണ്ട്. ഭാരതീയ വേദങ്ങളിൽ അഗ്നി ഒരു ദേവനായി ചിത്രീകരിക്കപ്പെടുന്നു. പഞ്ചഭൂതങ്ങളിൽ ഒന്നായ അഗ്നിക്ക് 3 രൂപങ്ങളുണ്ടെന്നാണ് വേദമതം. തീ, ഇടിമിന്നൽ, സൂര്യൻ എന്നിവയാണവ. 4 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അഗ്നിയുടെ ഉപയോഗം കണ്ടെത്തി. അതിൽ പിന്നെ മനുഷ്യന്റെ വളർച്ചയിൽ അത് വഹിച്ചിട്ടുള്ള പങ്ക് വർണ്ണനാതീതമാണ്. കളിമൺ പാത്രത്തിൽ നിന്ന് ആധുനിക യുഗത്തിലേക്കുള്ള മനുഷ്യന്റെ കുതിച്ചുകയറ്റത്തിന് സഹായിച്ചത് അഗ്നിയാണെന്ന് നിസ്സംശയം പറയാം. പാഠം 8.
നേരാണ്. പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ നേരാണ് എന്ന കവിതയിലൂടെ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് കേൾക്കാം. നേരാണ് നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെ ഒരപ്പൂപ്പൻ. നേരാണ് നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെ ഒരപ്പൂപ്പൻ. മുട്ടോളമെത്തുന്ന കൊച്ചുമുണ്ടും മൊട്ടത്തലയും തെളിഞ്ഞ കണ്ണും. മുട്ടോളമെത്തുന്ന കൊച്ചുമുണ്ടും മൊട്ടത്തലയും തെളിഞ്ഞ കണ്ണും. മുൻവരിപ്പല്ലില്ല പുഞ്ചിരിയും വെണ്ണര ചൂടും വിരിഞ്ഞ മാറും. മുൻവരിപ്പല്ലില്ല പുഞ്ചിരിയും വെണ്ണര ചൂടും വിരിഞ്ഞ മാറും. നേരാണ് നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെ ഒരപ്പൂപ്പൻ. നേരാണ് നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെ ഒരപ്പൂപ്പൻ. നീളൻ വടിയൂന്നി നിന്നു ചൊല്ലി ദേവനെ പോലുള്ളൊരപ്പൂപ്പൻ. നീളൻ വടിയൂന്നി നിന്നു ചൊല്ലി ദേവനെ പോലുള്ളൊരപ്പൂപ്പൻ. തങ്ങളിൽ സ്നേഹിക്ക നിങ്ങളെന്നും അമ്മയെ സേവിക്ക നിങ്ങളെന്നും. തങ്ങളിൽ സ്നേഹിക്ക നിങ്ങളെന്നും അമ്മയെ സേവിക്ക നിങ്ങളെന്നും. സത്യം പറയുക നിങ്ങളെന്നും മക്കളെ നന്നായി വരട്ടെ നിങ്ങൾ. സത്യം പറയുക നിങ്ങളെന്നും മക്കളെ നന്നായി വരട്ടെ നിങ്ങൾ. നേരാണ് നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെ ഒരപ്പൂപ്പൻ. നേരാണ് നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെ ഒരപ്പൂപ്പൻ. പാഠം 9. ആദ്യത്തെ ചിലന്തി. ശരീരത്തിനടിയിൽ കുഞ്ഞു പഞ്ഞിപ്പൊതിയുമായി നടക്കുന്ന ചിലന്തികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവയെക്കുറിച്ച് ഗ്രീക്ക് പുരാണത്തിൽ ഒരു കഥയുണ്ട്. ആ കഥയാണ് ഈ പറയാൻ പോകുന്നത്. തയ്യൽ ജോലിയും ആരെ ആരെയും വിസ്മയിപ്പിക്കുവാൻ കഴിവുള്ള ഒരു പെൺകുട്ടി പണ്ട് ഗ്രീസിൽ ഉണ്ടായിരുന്നു. അരാഗ്നി എന്നായിരുന്നു അവളുടെ പേര്. നിമിഷങ്ങൾ കൊണ്ട് അവൾ തുണികളിൽ തച്ചെടുക്കുന്ന ചിത്രങ്ങൾ കാണാൻ ദൂരെ നിന്നു പോലും ആളുകൾ വന്നിരുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ അവളിൽ അഹങ്കാരം വന്നു തുടങ്ങി. അവളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നവർക്ക് സമ്മാനം കൊടുക്കും. അല്ലാത്തവരെ സമീപത്ത് നിന്നും ഓടിച്ചു കളയും. ഒരിക്കൽ ഒരു പാവം പെൺകുട്ടി അവളോട് പറഞ്ഞു, എത്ര മനോഹരമായ തയ്യൽ! അധീനി ദേവിയിൽ നിന്നായിരിക്കും നിങ്ങൾ ഈ വിദ്യ പഠിച്ചത് അല്ലേ? ഇത് കേട്ടപ്പോൾ അരാഗ്നിക്ക് ദേഷ്യം വന്നു. അരാഗ്നി രോക്ഷാകുലയായി ഗർജിച്ചു, അധീനി ദേവി വേണമെങ്കിൽ എന്റെ അടുക്കൽ വന്ന് പഠിക്കട്ടെ. ഈ ഗർജനം ദേവിയുടെ, അതായത് അധീനി ദേവിയുടെ ചെവിയിലുമെത്തി. ഒരു പടുകിഴവിയുടെ വേഷത്തിൽ ദേവി അവളുടെ സമീപത്തെത്തി. കുറേനേരം മറ്റുള്ളവർ പ്രശംസിക്കുന്നത് നോക്കി നിന്നു. പിന്നീട് പറഞ്ഞു, കുഞ്ഞേ, നിന്റെ അഭിപ്രായം കേട്ട് അധീനി ദേവി കോപിച്ചിരിക്കുകയാണ്. ദേവി തന്നെ വേഷം മാറി വന്നിരിക്കുകയാണ്. ഒരു വൃദ്ധയുടെ വേഷത്തില്, ഒരു അമ്മുമ്മയുടെ വേഷത്തില്. എന്നിട്ട് ദേവി പറയുകയാണ്, മാപ്പ് അപേക്ഷിക്കുകയാണെങ്കിൽ ക്ഷമിക്കും. ഇത് കേട്ട് അരാഗ്നി കോപം കൊണ്ടു. ഇത് കേട്ട് അവൾ കോപം കൊണ്ട് വിറച്ചു. പടുകിഴവിയുടെ നേർക്ക് തിരിഞ്ഞു. ഹേ കിഴവി, നിങ്ങളുടെ ഉപദേശമൊന്നും എന്റെ അടുത്ത് വേണ്ട. അധീനി ദേവി തപസ് ചെയ്താലും എനിക്കൊപ്പം വരില്ല. വേണമെങ്കിൽ അവർ മത്സരത്തിന് വരട്ടെ. ഓഹോ, അങ്ങനെയോ? എന്നാൽ മത്സരം ഇപ്പോൾ തന്നെ. ഒരു നിമിഷം കൊണ്ട് വൃദ്ധ രൂപം മാറി.
ഉജ്ജ്വല കാന്തിയോടെ നിൽക്കുന്ന ദേവിയെ കണ്ട് അവൾ ഭയപ്പെട്ടു. അരാഗ്നി ഭയപ്പെട്ടു. എങ്കിലും പരിഭ്രമം പുറത്തു കാണിക്കാതെ അവൾ മത്സരത്തിന് തയ്യാറായി നിന്നു. നൂലും സൂചിയും കൊണ്ടുവരൂ, നമുക്ക് തയ്ച്ചു തുടങ്ങാം എന്ന് അഥീനി ദേവി പറഞ്ഞു. രണ്ടുപേരും തയ്യൽ മത്സരം ആരംഭിച്ചു. സ്യൂസ് ദേവൻ മധ്യത്തിൽ നിൽക്കുന്നു. അഥീനിയും മറ്റുള്ള ദേവിമാരും ചിത്രത്തിലുണ്ട്. ജീവൻ തുടിക്കുന്ന ചിത്രം. അവിടെ നിൽക്കുന്നവരുടെ കണ്ണുകൾ മങ്ങി. അരാഗ്നി ദേവന്മാരെ കുരങ്ങന്മാരായും കഴുതകളായും ചിത്രീകരിച്ചു. സ്വന്തം രൂപം സുന്ദരമായി മധ്യഭാഗത്ത് വെച്ചു. അഹങ്കാരിയായ അരാഗ്നി ചെയ്തതാണ്. ദേവന്മാരെയൊക്കെ മൃഗങ്ങളുടെ വേഷം വരച്ചു വെച്ചു. എന്നിട്ട് സ്വന്തം രൂപം സുന്ദരമായി വെച്ചു. പ്രസിദ്ധരായ 2 വിദഗ്ധർ തയ്യൽ വിലയിരുത്തി. അഥീനി ദേവിയെ അവർ പ്രകീർത്തിച്ചു, അവർ പ്രശംസിച്ചു. അരാഗ്നിയെ ഏവരും പുലഭ്യം പറഞ്ഞു. കോപിഷ്ഠയായ ദേവി അരാഗ്നിയുടെ ചിത്രകമ്പളം 100 കഷ്ണങ്ങളാക്കി വലിച്ചു കീറി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അരാഗ്നിയെ അവർ തടഞ്ഞു നിർത്തി. അവളുടെ പാറിപ്പറന്ന തലമുടി പട്ടുനൂലുകളാക്കി. കൈവിരലുകൾ നീണ്ട 8 കാലുകളാക്കി. അങ്ങനെ 8 കാലും പട്ടുനൂൽ പെട്ടിയുമുള്ള ഒരു ചിലന്തിയായി അവൾ രൂപാന്തരപ്പെട്ടു. ചിത്രത്തയ്യലിന്റെ ഒത്തുനടുക്ക് സ്വന്തം രൂപം പ്രതിഷ്ഠിച്ച് കഴിയുന്ന ഒരു വിഷജീവിയായി ജീവിക്കുക. അഥീനി ദേവി അരാഗ്നിയെ ശപിച്ചു. നീയൊന്നും ഒരു വിഷജീവിയായി ജീവിക്കൂ എന്ന് അഥീനി ദേവി അഹങ്കാരിയായ അരാഗ്നിയെ ശപിച്ചു. അരാഗ്നിയുടെ സന്തതി പരമ്പരകളാണ് നമ്മൾ ഇന്ന് കാണുന്ന 8 കാലികൾ എന്ന് ഗ്രീക്ക് പുരാണത്തിൽ പറയുന്നു. പാഠം 10. ഓണം, പൊന്നോണം. പണ്ട് മഹാബലി എന്നൊരു ചക്രവർത്തി നമ്മുടെ നാട് ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നാട്ടിൽ കള്ളവും ചതിയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ നല്ല ഭരണം കണ്ട് അസൂയാലുക്കളായ ദേവന്മാർ ദേവലോകവും മഹാബലി പിടിച്ചടക്കുമോ എന്ന് ഭയന്നു. അവർ മഹാവിഷ്ണുവിനെ കണ്ട് വിവരം ധരിപ്പിച്ചു. മഹാവിഷ്ണു വാമനനായി ഭൂമിയിൽ അവതരിച്ചു. വാമനൻ മഹാബലിയോട് തനിക്ക് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് വേണമെന്ന് യാചിച്ചു. ദാനശീലനായ മഹാബലി ഇഷ്ടമുള്ള സ്ഥലം അളന്നെടുത്തുകൊള്ളാൻ വാമനനെ അനുവദിച്ചു. വാമനൻ അപ്പോൾ ആകാശത്തോളം വളർന്നു. ഭൂമിയും സ്വർഗവും 2 അടി കൊണ്ട് അളന്നെടുത്തു. 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലം എവിടെയാണെന്ന് മഹാബലിയോട് ചോദിച്ചു. പറഞ്ഞ വാക്കിന് വില കൽപ്പിച്ച മഹാബലി തന്റെ ശിരസ് കുനിച്ചു കൊടുത്തു. വാമനൻ മഹാബലിയുടെ ശിരസിൽ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി. അതിനു മുമ്പിലായി മഹാബലിയുടെ ആഗ്രഹപ്രകാരം വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ വാമനൻ അനുവാദം നൽകി. അന്നു മുതൽ എല്ലാ വർഷവും ചിങ്ങത്തിലെ തിരുവോണ ദിവസം മഹാബലി നാട് കാണാൻ വരുമെന്നാണ് സങ്കല്പം. മഹാബലിയെ സ്വീകരിക്കാൻ നാടും നാട്ടുകാരും അണിഞ്ഞൊരുങ്ങും. ഈ ദിവസം കേരളീയർ ഓണമായി ആഘോഷിക്കുന്നു. വിളവെടുപ്പിന്റെ ഉത്സവമാണ് ഓണം.
ഒത്തൊരുമയുടെ ആഘോഷമാണ് ഓണം. കേരളീയരുടെ ദേശീയോത്സവമാണ് ഓണം. പാഠം 11. എന്റെ ഭാഷ. കവി വള്ളത്തോൾ നാരായണ മേനോൻ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതും അമൃതായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. പാഠം 12. സ്വാർത്ഥനായ രാക്ഷസൻ. ഒരു വലിയ വനത്തിനരികിൽ മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. ഒരു രാക്ഷസന്റേതായിരുന്നു ആ പൂന്തോട്ടം. ഒരിക്കൽ രാക്ഷസൻ എവിടെയോ പോയി. ഈ സമയത്ത് അടുത്തുള്ള കുട്ടികൾ പൂന്തോട്ടത്തിൽ കളിക്കാനായി എത്തുമായിരുന്നു. പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ, പാറിക്കളിക്കുന്ന പലയിനം പക്ഷികൾ, വീണ മീട്ടുന്ന തുമ്പികൾ മുതലായവയെല്ലാം പൂന്തോട്ടത്തിലുണ്ടായിരുന്നു. കുട്ടികളും തുമ്പികളും പക്ഷികളുമെല്ലാം കൂട്ടുകാരായി. അവർ ഒന്നിച്ചു ചേർന്ന് കളിച്ചു രസിച്ചു. താമസിക്കാതെ രാക്ഷസൻ തിരിച്ചെത്തി. പൂന്തോട്ടത്തിൽ കുട്ടികളെ കണ്ട രാക്ഷസൻ ക്ഷുഭിതനായി ദേഷ്യപ്പെട്ടു. അയാൾ കുട്ടികളുടെ നേരെ അലറിത്തുള്ളി. തന്റെ പൂന്തോട്ടത്തിൽ ആരും കടക്കരുതെന്ന് അയാൾ പ്രഖ്യാപിച്ചു. പൂന്തോട്ടത്തിനു ചുറ്റും വേലി കെട്ടി ഒരു ബോർഡും സ്ഥാപിച്ചു. പിറ്റേന്നു മുതൽ പൂന്തോട്ടത്തിൽ പൂക്കളൊന്നും വിടരാതായി. തുമ്പികളും കിളികളും അങ്ങോട്ട് വരാതായി. തോട്ടത്തിൽ കടുത്ത മൂടൽ മഞ്ഞ് വ്യാപിച്ചു. അടുത്തുള്ള പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളും കായ്കളും ഉണ്ടാകുന്നത് രാക്ഷസൻ കണ്ടു. ഋതുക്കൾ മാറി മാറി വന്നിട്ടും തന്റെ പൂന്തോട്ടത്തിൽ മാത്രം മഞ്ഞും മഴയും വരുന്നതും രാക്ഷസൻ അറിഞ്ഞു. ഒരു ദിവസം രാക്ഷസൻ ഉണർന്നപ്പോൾ കൊതിപ്പിക്കുന്ന സൗരഭ്യം അനുഭവപ്പെട്ടു. അയാൾ നോക്കുമ്പോൾ പൂന്തോട്ടത്തിന്റെ മൂലയിൽ കുറെ കുട്ടികൾ മരങ്ങളിൽ കയറിയിരുന്ന് ആടുകയാണ്. ആ ഭാഗത്തെ ചെടികളെല്ലാം പൂത്തിരിക്കുന്നു. അവിടെ മുഴുവൻ കിളികളും തുമ്പികളും. രാക്ഷസൻ തന്നെത്താൻ ശപിച്ചു. കുട്ടികളും വസന്താഗമവും തമ്മിലുള്ള ബന്ധം അയാൾക്ക് മനസ്സിലായി. അയാൾ ഓടി കുട്ടികളുടെ അരികിലെത്തി. പേടിച്ച് ഓടാൻ തുടങ്ങിയ കുട്ടികളെ എടുത്ത് മരക്കൊമ്പിലിരുത്തി. അത്ഭുതം! മരക്കൊമ്പുകൾ പൂവണിഞ്ഞു.
കിളിയും തുമ്പികളും നിറഞ്ഞു. തന്റെ തെറ്റ് മനസ്സിലാക്കിയ രാക്ഷസൻ വേലിക്കെട്ടുകൾ പൊളിച്ചു മാറ്റി. സന്തോഷത്തോടെ കുട്ടികളെ പൂന്തോട്ടത്തിലേക്ക് ക്ഷണിച്ചു. കുട്ടികൾ പൂന്തോട്ടത്തിൽ ഓടിക്കളിച്ചു. രാക്ഷസനും അവരോടൊപ്പം ചേർന്നു. എങ്ങും പൂക്കാലമായി. പാഠം 13. തിരുപ്പിറന്നാൾ. സ്നേഹമാണ് ലോകത്തിൽ ഏറ്റവും നന്മയുള്ളതെന്ന് തെളിയിച്ച യേശുദേവന്റെ തിരുപ്പിറവിയാണ് ക്രിസ്തുമസ്. സമാധാനത്തിന്റെ സന്ദേശമാണ് ക്രിസ്തുമസിലൂടെ ലോക ജനത സ്വീകരിക്കേണ്ടത്. എല്ലാ വർഷവും ഡിസംബർ 25-നാണ് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. വീടുകളിലും ദേവാലയങ്ങളിലും ഉണ്ണിയേശുവിന്റെ പിറവി കുറിക്കുന്ന പുൽക്കൂട് ഒരുക്കുന്നു. ക്രിസ്മസ് ട്രീ നിർമ്മിച്ചും നക്ഷത്ര വിളക്കുകൾ തൂക്കിയും കുട്ടികളും ക്രിസ്മസിനെ ആഹ്ലാദപൂർവം വരവേൽക്കുന്നു. ഉണ്ണിയേശുവിന്റെ ജന്മദിനത്തിൽ നീലാകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന പുണ്യതാരകത്തെ അനുസ്മരിക്കുകയാണ് ഈ ചടങ്ങിലൂടെ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വചനങ്ങളാണ് ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ബൈബിൾ വാക്യം ക്രിസ്മസിന്റെ സന്ദേശം തന്നെയാണ്. യേശു പിറന്ന രാവിൽ മാലാഖമാർ ഈ വരികൾ ആവർത്തിച്ചു പാടി. ഇന്നും വിവിധ കരോൾ സംഘങ്ങൾ ഈ ഗാനം വീടുകളിൽ എത്തിക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സഹോദരങ്ങൾ തമ്മിലടിക്കുന്ന ഈ ലോകത്തിന്റെ ക്രിസ്മസ് നമ്മെ സദാ ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഈ സന്ദേശം ഏവരുടെയും മനസ്സിൽ സാഹോദര്യത്തിന്റെ ഭാവന ഉണർത്തുന്നു. പാഠം 14. എന്റെ തോണി. കവി വി.എ. കേശവൻ നമ്പൂതിരി. പാടാം. എന്റെ തോണി. എത്ര മനോഹരമെന്റെ തോണി, പുത്തനായി തീർത്തൊരു കൊച്ചു തോണി. എത്ര മനോഹരമെന്റെ തോണി, പുത്തനായി തീർത്തൊരു കൊച്ചു തോണി. തിരകൾ വന്നിക്കിളി ചേർത്തിടുമ്പോൾ സരിഗമ പാടുന്ന കൊച്ചു തോണി. തിരകൾ വന്നിക്കിളി ചേർത്തിടുമ്പോൾ സരിഗമ പാടുന്ന കൊച്ചു തോണി. കടലാസുകൊണ്ടു ചമച്ചതാണേ കമനീയമാകുമീ കൊച്ചു തോണി. കടലാസുകൊണ്ടു ചമച്ചതാണേ കമനീയമാകുമീ കൊച്ചു തോണി. മണമുള്ള പൂക്കൾ നിറച്ചു വച്ചു കുളിരിലം കാട്ടിൽ ഞാൻ തോണി നീക്കും. മണമുള്ള പൂക്കൾ നിറച്ചു വച്ചു കുളിരിളം കാറ്റിൽ ഞാൻ തോണി നീക്കും. ചുക്കാനുമില്ലൊരു ചുക്കുമില്ല, ചുമ്മായി തോണി ചിരിച്ചുകൊള്ളും. ചുക്കാനുമില്ലൊര ചുക്കുമില്ല, ചുമ്മായി തോണി ചിരിച്ചുകൊള്ളും. അന്തമില്ലാത്തൊരു ഒഴുക്കിലൂടെ അന്തിക്ക് നീന്തി കളിച്ചുകൊള്ളും. അന്തമില്ലാത്തൊരു ഒഴുക്കിലൂടെ അന്തിക്കു നീന്തി കളിച്ചുകൊള്ളും. മുങ്ങുകില്ലെങ്ങുമെൻ കൊച്ചു തോണി, പൊങ്ങി നിന്നിടും പുളച്ചുകൊണ്ടേ. മുങ്ങിയില്ലെങ്ങുമെൻ കൊച്ചു തോണി,
പൊങ്ങി നിന്നിടും കുളച്ചുകൊണ്ടേ എത്ര മനോഹര എന്റെ തോണി പുത്തനായി തീർത്തൊരു കൊച്ചു തോണി എത്ര മനോഹരമെന്റെ തോണി പുത്തനായി തീർത്തൊരു കൊച്ചു തോണി. പാഠം 15. കാലത്തിന്റെ മാറ്റങ്ങൾ. പണ്ട് ഒരു വാഹനം പോലും ഇല്ലായിരുന്നു. ഏവരും കാൽനടയാത്രക്കാരായിരുന്നു. ഇന്ന് നമുക്ക് അങ്ങനെയൊരു കാലത്തെപ്പറ്റി ചിന്തിക്കാനാകുമോ? ഇന്ന് റോഡിലിറങ്ങിയാൽ എന്തെല്ലാം തരം വാഹനങ്ങളാണ് കാണാൻ കഴിയുക? കാറും ബസ്സും സൈക്കിളും ലോറിയും അങ്ങനെ പല രൂപത്തിലുള്ളവ തലങ്ങും വിലങ്ങും ചീറിപ്പായുകയാണ്. വാഹനങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ദിവസങ്ങളും ആഴ്ചകളും നടന്നാണ് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എത്തിച്ചേർന്നിരുന്നത്. ധനികർക്ക് സഞ്ചരിക്കാൻ മഞ്ചലും പല്ലക്കും ഉണ്ടായിരുന്നു. അത് മനുഷ്യർ തന്നെ ചുമന്നു കൊണ്ടുപോകണം. മൃഗങ്ങളെ ഇണക്കി വളർത്തിയ മനുഷ്യൻ കുതിര, കഴുത, ആന, ഒട്ടകം ഇവയൊക്കെ സഞ്ചാരത്തിനായി ഉപയോഗിച്ചു തുടങ്ങി. വെള്ളത്തിലൂടെ മരത്തടികൾ കൂട്ടിക്കെട്ടി ചങ്ങാടമുണ്ടാക്കി സഞ്ചരിച്ചു. പിന്നീട് അവർ തോണിയുണ്ടാക്കി. പിന്നെ ബോട്ടും കപ്പലും എല്ലാം കണ്ടുപിടിച്ചു. ചക്രങ്ങൾ കണ്ടുപിടിച്ചതോടെയാണ് എല്ലാത്തിനും മാറ്റമുണ്ടായത്. മൃഗങ്ങളെ വണ്ടിയിൽ കെട്ടി ദൂരത്തേക്ക് മനുഷ്യൻ സഞ്ചരിച്ചു. ഇന്ന് കാളവണ്ടിയും കുതിരവണ്ടിയും വളരെ കുറവാണ്. ചക്രങ്ങൾക്കൊപ്പം മോട്ടോർ കൂടി കണ്ടുപിടിച്ചതോടെ എല്ലാം എളുപ്പമായി. പെട്രോളും ഡീസലും ഉപയോഗിച്ചാണ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നത്. ഇന്ന് വൈദ്യുതി കൊണ്ടും സൂര്യപ്രകാശം കൊണ്ടും ഓടുന്ന വാഹനങ്ങൾ വരെയായി. കപ്പലും തീവണ്ടിയും വിമാനവുമെല്ലാം വളരെയധികം പേർക്ക് ദൂരയാത്രയ്ക്ക് സൗകര്യമൊരുക്കുന്നു. സഞ്ചാരത്തിനും വാണിജ്യ ആവശ്യങ്ങൾക്കും മാത്രമല്ല, മനുഷ്യന്റെ ദൈനംദിന പ്രവർത്തികൾക്കെല്ലാം തന്നെ അവശ്യ ഘടകമായി തീർന്നിരിക്കുന്നു വാഹനങ്ങൾ. കാലത്തിന്റെ മാറ്റങ്ങൾ മനുഷ്യനെ പുരോഗമനത്തിലേക്ക് എത്തിക്കുന്നു.